ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ വെള്ളിയാഴ്ച നടന്ന ക്രിസ്ത്യൻ പ്രാർത്ഥനാ യോഗത്തിലേക്ക് ഒരു കൂട്ടം തീവ്ര ഹിന്ദുത്വവാദികൾ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴി തെളിയിച്ചിരിക്കുകയാണ്. സമാധാനപരമായി നടന്നിരുന്ന ഒരു പ്രാർത്ഥനാ ചടങ്ങുകളെ തടസ്സപ്പെടുത്തുകയും അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഘം ക്രിസ്ത്യൻ മതവിശ്വാസത്തെയും വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെയും കടുത്ത ഭാഷയിൽ അധിക്ഷേപിക്കുന്നതായി പുറത്തുവന്ന വീഡിയോകളിൽ വ്യക്തമാണ്. ജയ് ശ്രീറാം വിളികളുമായാണ് അക്രമി സംഘങ്ങൾ ഹാളിനുള്ളിലേക്ക് ഇരിച്ചു കയറിയത്. പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടിയും മേശകളിൽ ആഞ്ഞടിച്ചും അവർ ഭീതി പടർത്തി. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ വിശ്വാസങ്ങളെ പരിഹസിച്ചുകൊണ്ടും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയും അക്രമസക്തമായ ശരീരഭാഷയാണ് പ്രകടിപ്പിച്ചത്. ഈ സംഭവത്തിന് പിന്നാലെ പ്രധാന വ്യക്തിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനും വസ്തുതാ പരിശോധകനുമായ മുഹമ്മദ് സുബൈർ പുറത്തുവിട്ടിട്ടുണ്ട്. ബംഗ്ലാദേശ് സ്വദേശിയായ മുൻ മുസ്ലിം ആക്ടിവിസ്റ്റ് സുയൻ റഹ്മാനാണ് ഈ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്ന് സുബൈർ വെളിപ്പെടുത്തുന്നു. നിലവിൽ ശ്രീ സത്യനിഷ്ഠ ആര്യ എന്ന പേര് സ്വീകരിച്ച് ഇന്ത്യയിൽ താമസിക്കുന്ന ഇയാൾ മതം മാറിയ ശേഷം തീവ്രമായ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെയാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. ബംഗ്ലാദേശിൽ താമസിച്ചിരുന്ന കാലത്ത് നിരീശ്വരവാദിയായി സ്വയം പരിചയപ്പെടുത്തിയിരുന്ന സുയൻ റഹ്മാൻ വിവിധ മതങ്ങളെ അപമാനിക്കുന്ന വീഡിയോകൾ സ്ഥിരമായി പോസ്റ്റ് ചെയ്തിരുന്നു. ഷാഹ്ബാഗ് പ്രബോക്ഷ കാലത്ത് ഇവിടെ സജീവമായിരുന്ന ഇയാള് പിന്നീട് അവിടെ ജീവിക്കാൻ സാധ്യമല്ലെന്ന കാരണം പറഞ്ഞ് ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നു. 2013 നിരീശ്വരവാദിയായി അറിയപ്പെട്ടിരുന്ന ഇയാള് 2018 തന്റെ പേര് മാറ്റി തീവ്ര ഹൈന്ദവ നിലപാടുകളിലേക്ക് മാറുകയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന ഇയാള് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങൾക്കെതിരെ വ്യാപകമായി വിദ്വേഷം പടർത്തുന്ന വീഡിയോകൾ നിർമ്മിക്കുന്നത് ഒരു തൊഴിലായി സ്വീകരിച്ചിരിക്കുകയാണ്. തന്റെ വീഡിയോകൾക്കിടയിൽ പേടിഎം, ഗൂഗിൾ പേ ലിങ്കുകൾ നൽകി വലിയ തോതിൽ ഫണ്ട് ശേഖരണവും ഇയാൾ നടത്തുന്നുണ്ടെന്നാണ് മുഹമ്മദ് സുബൈർ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഋഷികേശിലെ സംഭവത്തിൽ ഇയാൾ വിശ്വാസികളെ നേരിട്ട് വെല്ലുവിളിക്കുന്നതും അസഭ്യവർഷം നടത്തുന്നതും വീഡിയോകൾ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമായാണ് ഈ സംഭവത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ കാണുന്നത്. സംഭവം പുറത്തിറങ്ങിയതോടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോൺഗ്രസ് നേതാവ് VD ബൽറാം ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം ഇതിനോടകം തന്നെ ശ്രദ്ധേയമായിട്ടുണ്ട്. അക്രമികളുടെ ശരീരഭാഷയിലെ ക്രൗര്യത്തെയും വാക്കുകളിലെ വെറുപ്പിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും വിദ്വേഷ പ്രത്യയശാസ്ത്രവും എങ്ങനെയാണ് സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലേക്ക് അക്രമസക്തമായി കടന്നു വരുന്നത് എന്നതിന്റെ ഉദാഹരണമായാണ് ഈ സംഭവമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വൈവിധ്യങ്ങളെയും വ്യത്യസ്ത വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ സംസ്കാരത്തിന് വിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങൾ സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമൂഹ മാധ്യമത്തിൽ ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ ഉത്തരാഖണ്ഡ് പോലീസിന് മേൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദം ഏറുകയാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ പ്രാർത്ഥനാ യോഗത്തിലേക്ക് ഇരച്ചു കയറുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ഭയപ്പെടുത്തുകയും ചെയ്തവർക്കെതിരെ നിയമപരമായ നടപടികൾ വേണമെന്നാണ് പ്രധാന ആവശ്യം. വിദ്വേഷ പ്രസംഗങ്ങളും മതസ്പർദ്ധ വളർത്തുന്ന പ്രവൃത്തികളും തടയണമെന്ന് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരം പരസ്യമായ അതിക്രമങ്ങൾ അരങ്ങേറുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സമീപകാലത്തായി ക്രിസ്ത്യൻ പ്രാർത്ഥനാ യോഗങ്ങൾക്ക് നേരെയും ആരാധനാലയങ്ങൾക്ക് നേരെയും നടക്കുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ഋഷികേശിലെ ഈ സംഭവത്തെയും നിരീക്ഷകർ വിലയിരുത്തുന്നത്. മതപരിവർത്തനം ആരോപിച്ചാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അരങ്ങേറുന്നത്. എന്നാൽ ഇവിടെ നിയമവിരുദ്ധമായ യാതൊന്നും നടന്നതായി തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും കേവലം വിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്രമം നടന്നതെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. ഈ അതിക്രമം നേരിട്ട വിശ്വാസികൾ കടുത്ത മാനസിക വിഷമത്തിലും ഭീതിയിലുമാണ്. സമാധാനപരമായി തങ്ങളുടെ വിശ്വാസങ്ങൾ പിന്തുടരാനുള്ള അവകാശം തടയപ്പെടുന്നത് ജനാധിപത്യ മൂല്യങ്ങളുടെ തകർച്ചയാണെന്ന് സാമൂഹിക നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ലഭിച്ച അദൃശ്യമായ പിന്തുണയും നിയമ നടപടികളിലെ കാലതാമസവുമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും പരക്കെ വിമർശനമുണ്ട്. വിദ്വേഷം വിൽക്കുന്നവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി സാമ്പത്തിക നേട്ടം കൊയ്യുന്നതും ഇത്തരം ആക്രമണങ്ങൾക്ക് വലിയ ചാലക ശക്തിയായി മാറുന്നുണ്ട്. ഈ സംഭവത്തിൽ ഉത്തരാഖണ്ഡ് അധികൃതർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് മതനിരപേക്ഷ സമൂഹം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും വിവിധ സംഘടനകൾ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നു.